കൊല്ലം പേരൂർ സഹകരണ ബാങ്കിലെ ലോക്കറിൽ നിന്ന് സ്വർണം കാണാതായ സംഭവം അന്വേഷിക്കാൻ ബാങ്ക് ഉപസമിതിയെ നിയോഗിച്ചു. പരാതിക്കാരിയായ ധന്യയുടെ ആരോപണത്തിൽ പൊരുത്തക്കേടെന്നാണ് ബാങ്കിന്റെ ആരോപണം. 2017 ശേഷം ധന്യ ലോക്കർ ഉപയോഗിച്ചതായി രേഖയിലില്ലെന്നും ബാങ്ക് വ്യക്തമാക്കുന്നു. അതേസമയം പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ധന്യ. ഞാൻ ഇത്രയും വർഷം കൊണ്ട് എൻ്റെ അച്ഛൻ തന്നെ സമ്പാദ്യവും എൻ്റെ ഹസ്ബൻഡ് എന്നെ അറിയായിരുന്നു. പുള്ളി സമ്പാദിച്ചതും എല്ലാം എനിക്കിതേ ഉള്ളൂ. എനിക്ക് 2 പെൺകുട്ടികളാണ്. ഞാൻ അവരുടെ കുറേ ആവശ്യങ്ങൾക്ക് എല്ലാം വേണ്ടി കരുതി എൻ്റെ നോക്കിയാൽ എനിക്കൊരു സ്വന്തമായിട്ടൊരു ഭൂമി പോലും ഇല്ല. ഞാൻ താമസിക്കുന്ന ഹസ്ബൻഡിൻ്റെ കുടുംബ വീട്ടിലാണ്. അപ്പോൾ എവിടെയെങ്കിലും മേടിക്കണം, അങ്ങനെ കുറേ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഒരു കരുതലായിട്ട് ഇവിടെ വിശ്വസിച്ചുകൊണ്ട് സ്വർണ്ണമാണ്. ഇപ്പോൾ അവർ പറയണു എനിക്ക് കേസിന് വഴി പോകാനുള്ള നിവർത്തിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്നെ പിന്നെ സഹായിക്കാനോ ആരുമില്ല. എനിക്ക് നഷ്ടപ്പെട്ട സ്വർണ്ണം എനിക്ക് തിരിച്ചെങ്ങനെയും കിട്ടണം. കിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബം ഇവിടെ കിടന്ന് ആത്മഹത്യയിലോട്ട് പോകാൻ എനിക്ക് വേറെ വഴിയില്ല. ഞാൻ ഇന്നലെ പോലും എൻ്റെ 2 പെൺകുഞ്ഞുങ്ങളെ ഇതുപോലെ ഇതിൽ ഞാൻ ഇൻവോൾവ് ആക്കാതിരുന്നത്. പക്ഷേ എനിക്ക് ആക്കേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകണത്. എനിക്ക് ലീഗലി പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ട് നീതി കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് ബാങ്ക് അതിനുള്ള നടപടി എന്ന് വെച്ചാൽ പറയണം. ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷമീർ, ഇത് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയും അതാണെങ്കിൽ അവരത് മറച്ചുവെക്കാൻ ഈ പരാതിക്കാർക്കെതിരെയുള്ള ആരോപണങ്ങളുമായാണല്ലോ നിലവിൽ രംഗത്ത് വരുന്നത്. ഇത് 2017 ശേഷം ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോൾ പോലും ഇവർ ബാങ്കിലെത്തുകയും അവരുടെ ലോക്കർ തുറക്കാൻ അവരുടെ കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ചാണ് അത് തുറക്കുന്നത് എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസം ഷമീർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അത്ര വരെയും ഇവരിത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യം ബാങ്കിന് അറിയാമായിരുന്നില്ലേ? എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവർക്ക് നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ? പോലീസിനെ സമീപിക്കാനുള്ള ഉദ്ദേശമില്ലേ? നിലവിൽ ഷാമിൽ, ഈ കേസിൽ നീതി ധന്യയ്ക്ക് ലഭിക്കാൻ സാധ്യതയില്ല. കാരണം ഈ ലോക്കർ RBIയുടെ നിയമപ്രകാരം ലോക്കറിൽ എന്ത് സാധനങ്ങൾ സൂക്ഷിച്ചാലും ആ സൂക്ഷിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് RBIയുടെ ഉത്തരവിലുള്ളത്. അതിൽ നമ്മളിപ്പോൾ ലോക്കർ സൂക്ഷിക്കുകയാണെങ്കിൽ ലോക്കറിൽ 2 ഡോറുകളാണുള്ളത്. ഒരു ഡോറിൻ്റെ ചാവി ബാങ്കിൻ്റെ പക്കലും ഒരു പ്രധാന ഡോറിൻ്റെ ചാവി ഈ ധന്യയുടെ പക്കലുമാണുള്ളത്. ആദ്യ ഡോർ തുറന്നു നൽകിയ ശേഷം രണ്ടാമത്തെ ഡോർ തുറക്കേണ്ടത് ഉടമയാണ്. അങ്ങനെയാണ് എല്ലാ ബാങ്കുകളിലും ബാങ്ക് ലോക്കർ. പക്ഷേ ആ ലോക്കറിനുള്ളിൽ എന്താണുള്ളത്, എന്താണ് ഉപഭോക്താവ് അവിടെ വെക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ബാങ്ക് അന്വേഷിക്കാറില്ല. അത് RBIയുടെ ചട്ടങ്ങളിലുള്ളതല്ല എന്നാണ് ബാങ്കിൻ്റെ വിശദീകരണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2017 ശേഷം ധന്യ ഈ ബാങ്കിലെ ലോക്കർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ബാങ്ക് പറയുന്നത്. അതായത് രേഖകളിലൊന്നും തന്നെ അത്തരത്തിൽ ബാങ്കിൽ ലോക്കറിൽ നിന്നും സ്വർണം എടുത്തിട്ടോ അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് രേഖകൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ ഒരാൾക്ക് ഇത്തരത്തിൽ ലോക്കർ റൂമിൽ കയറാനും ആ ലോക്കറിൽ നിന്ന് എന്ത് സാധനമാണ് ലോക്കറിൽ വെച്ചത് അത് എടുക്കാനും സാധിക്കുള്ളൂ. പക്ഷേ അത്തരം രേഖകൾ ബാങ്കിലില്ല എന്നാണ് ബാങ്ക് പറയുന്നത്. എന്തായാലും ധന്യ പറയുന്ന പരാതിയിൽ പൊരുത്തക്കേടുണ്ടെന്ന് കാട്ടി ബാങ്ക് ഇപ്പോൾ കിളികല്ലൂർ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ധന്യ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്ന്, 2024 ഡിസംബർ 10 അവിടെ എത്തി ലോക്കർ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ 22 ലോക്കർ തുറക്കാനായി, ഈ കഴിഞ്ഞ ഏപ്രിൽ 22 ലോക്കർ തുറക്കാനായി ബാങ്കിലെത്തിയപ്പോൾ പ്രധാന ഉദ്യോഗസ്ഥനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധന്യയെ ആ ബാങ്കിൽ നിന്ന് മടക്കി അയച്ചു. ഒപ്പം 27-ാം തീയതി ഏപ്രിൽ 27-ാം തീയതി ബാങ്കിലെത്തി ലോക്കർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ പ്രധാന ഡോർ തുറക്കാൻ കഴിയുന്നില്ല. അതിനുശേഷം താക്കോൽ നിങ്ങളുടെ താക്കോൽ അല്ല എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥൻ മടക്കി അയക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം പറയുന്നു ലോക്കർ തുറന്നു എന്ന് പറയുന്നു എന്നാണ് ധന്യയുടെ ആരോപണം. ഇതിനുശേഷം ആ ലോക്കറിൽ പരിശോധിക്കുമ്പോൾ തൻ്റെ 48 പവൻ, ഏതാണ്ട് 55 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായി എന്നാണ് ആ യുവതി പറയുന്നത്. പക്ഷേ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വമില്ല, അത് ഉപസമിതി അന്വേഷിക്കട്ടെ എന്നാണ് ബാങ്ക് പറയുന്നത്. എന്തായാലും നിലവിൽ ധന്യയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുകയാണ്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട ശേഷമാണ് ഇതിലൊരു FIR രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറാവുകയും ചെയ്തത്. എന്തായാലും ടെക്നിക്കലി ആ ബാങ്കിന് ഇതിൽ നിന്നും പല കാരണങ്ങളും പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ സംഭവത്തിൽ എന്തായി തീരും ഇതിൻ്റെ ഒരു അവസാനം എന്നുള്ളതിൽ വ്യക്തതയില്ല. പോലീസിന് ഇരു കൂട്ടരും പരാതി നൽകിയിരിക്കുന്നു, ബാങ്കും പരാതി നൽകിയിരിക്കുന്നു. എന്തായാലും ലോക്കറിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾക്ക് ബാങ്ക് ഉത്തരവാദിത്വം വഹിക്കേണ്ട കാര്യമില്ല എന്ന ഒരു ടെക്നിക്കൽ വാദമാണ് ഇപ്പോൾ പേരൂർ സർവീസ് സഹകരണ ബാങ്ക് ഉന്നയിക്കുന്നത്. എന്തായാലും ധന്യ ഇപ്പോഴും ആ ബാങ്കിന് മുമ്പിൽ സമരം തുടരുകയാണ് ഷാമിലി. ശരി.